നമസ്കാരം. രാഷ്ട്രീയ നാടകങ്ങൾ ഏറ്റവും അധികം കണ്ടിട്ടുള്ള സംസ്ഥാനങ്ങളിലൊന്ന് കർണാടകം തന്നെയാണ്. കർണാടകയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലം മുതൽ തന്നെ ഇത്തരത്തിലുള്ള നിരവധി പൊളിറ്റിക്കൽ സ്റ്റോറികൾ നമ്മൾ കേൾക്കുന്നുമുണ്ട്. കർണാടകത്തിൽ അങ്ങനെ അധികം ആരും തന്നെ മുഴുവൻ ടേം പൂർത്തിയാക്കിയിട്ടുമില്ല. 5 വർഷത്തെ ഭരണം തികച്ച മുഖ്യമന്ത്രിമാരുടെ എണ്ണം എടുത്താൽ വളരെ കുറവായിരിക്കും. എന്തായാലും ഇപ്പോൾ ഈ കർണാടകത്തിൽ കോൺഗ്രസ് അധികാരമേറ്റതിന് തൊട്ട് പിന്നാലെ സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ എടുത്തതിന് ശേഷം മുതൽ തന്നെ അദ്ദേഹം 5 വർഷം പൂർത്തീകരിക്കും എന്ന തരത്തിലുള്ള വലിയ അഭ്യൂഹങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നിലവിൽ ഇപ്പോൾ KPCCയുടെ അധ്യക്ഷനും നിലവിലെ ഉപമുഖ്യമന്ത്രിയുമായ DK ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കണം എന്ന ഒരു വികാരം കോൺഗ്രസിനുള്ളിൽ ശക്തിപ്പെട്ട് തന്നെ നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് കോൺഗ്രസിന് ഒരു തിരിച്ചടി നേരിടുന്ന സാഹചര്യം ഉണ്ടായാൽ DK മുഖ്യമന്ത്രിയാക്കണം എന്നുള്ള ആവശ്യമാണ് ശക്തിപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരസ്യമായി ഇത് ആവശ്യപ്പെടാനും നേതാക്കളടക്കം രംഗത്തെത്തിയിട്ടുമുണ്ട്. അതേസമയം തന്നെ മറ്റൊരു വലിയ നീക്കം കോൺഗ്രസിനുള്ളിൽ നടന്നിരിക്കുന്നു. അതായത് സിദ്ധരാമയ്യയുടെ മകനും മുൻ കോൺഗ്രസ് MLAയുമായ യതീന്ദ്ര സിദ്ധരാമയ്യ കഴിഞ്ഞ ദിവസം നടത്തിയ ചില പരാമർശങ്ങൾ അത് കർണാടകത്തിൽ അധികാര കൈമാറ്റം ഉണ്ടാകുമോ എന്നതിനെ കുറിച്ചുള്ള ചില സൂചനകൾ കൂടി നൽകുന്നുണ്ട്. സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിൽ കർണാടകയിൽ പരമാവധി ലോക്സഭാ സീറ്റുകൾ നേടേണ്ടത് അനിവാര്യതയാണ് എന്ന് പറഞ്ഞ യതീന്ദ്ര ഈ വിജയത്തിലൂടെ അടുത്ത 5 വർഷം തന്റെ പിതാവ് തന്നെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കും എന്നുകൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലായിരിക്കും കോൺഗ്രസ് പാർട്ടി കർണാടകയിൽ മുന്നോട്ട് പോവുക എന്നതിന്റെ ശക്തമായ സൂചന തന്നെയാണ് ഇദ്ദേഹം നൽകിയിരിക്കുന്നത്. അതേസമയം തന്നെ 28 ലോക്സഭാ സീറ്റുകളിലും ഊർജിതമായി തന്നെ കോൺഗ്രസ് ഒറ്റക്കെട്ടായാണ് പ്രവർത്തിക്കുന്നതെന്ന് പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള ചില നേതാക്കൾ പറയുന്നുണ്ടെങ്കിൽ പോലും സിദ്ധരാമയ്യയുടെ ഈ മകന്റെ പരാമർശം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വിവാദം ചെറുതല്ല. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായി തുടരില്ല എന്ന് ഇതിനു മുൻപ് തന്നെ പറഞ്ഞ 2 പേരുണ്ട്. ഒന്ന് BJPയുടെ നിലവിലെ സംസ്ഥാന അധ്യക്ഷനായ BY വിജയേന്ദ്രയാണ്. BS യെദ്യൂരപ്പയുടെ മകനായ വിജയേന്ദ്ര എന്ന് പറഞ്ഞിരുന്നു. അതിനോടൊപ്പം തന്നെ JDSന്റെ അധ്യക്ഷനും കർണാടകത്തിന്റെ മുൻ മുഖ്യമന്ത്രിയുമായ HD കുമാരസ്വാമിയും ഇത്തരത്തിലുള്ള ഒരു സന്ദേഹം പങ്കുവെക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഈ സിദ്ധരാമയ്യ അധികാരത്തിലേറിയ സമയത്ത് ഒരു കണക്ക് നമ്മൾ കേട്ടതാണ്. 2.5 വർഷം സിദ്ധരാമയ്യ ഭരിക്കും, അതിനുശേഷം DK ശിവകുമാർ ഭരിക്കുമെന്ന്. പക്ഷേ സിദ്ധരാമയ്യയുടെ തന്നെ മകൻ പറഞ്ഞിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടുകയാണെങ്കിൽ തന്റെ പിതാവ് തന്നെ 5 വർഷം കാലാവധി പൂർത്തിയാക്കുമെന്ന്. അതിനർത്ഥം DK ശിവകുമാറിനെ ഉടൻ തന്നെ മുഖ്യമന്ത്രി പദത്തിലേറ്റാനുള്ള യാതൊരു ചർച്ചകളും ആ സംസ്ഥാന നേതൃത്വത്തിനുള്ളിൽ നടക്കുന്നില്ല എന്നത് തന്നെയാണ്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകത്തിൽ മികച്ച വിജയം കോൺഗ്രസ് നേടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം DK ശിവകുമാറാണ്. ഇനി എന്തായാലും DK ശിവകുമാറിന്റെ രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും എന്നതിനെ കുറിച്ചുള്ള ചൂടുപിടിച്ച ചർച്ചകളാണ് ഇപ്പോൾ കർണാടകത്തെ നയിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.